2014 മോദി അധികാരത്തിൽ കയറുമ്പോൾ അതുവരെ രാജ്യം അഭിമാനത്തിൻ്റെ നെറുകയിൽ അഭിരമിക്കുകയായി. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയെ പടുത്തുയർത്തിയ മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ തുടങ്ങിയ മഹാരഥന്മാർ ഇന്ത്യയുടെ അഭിമാനം 10 മടങ്ങായി വർദ്ധിപ്പിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയെ പ്രതിഷ്ഠിച്ചു. ലോകം ആരാധിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഖ്യാതിയും അഭിമാനത്തോടെ നമ്മൾ വർഷങ്ങൾ ആഘോഷിച്ചുകൊണ്ട് നടന്നു. എന്നാൽ കാലം മാറി. രാഷ്ട്രപിതാവിനെ തോക്കിൻമുനയിൽ തീർത്ത ഒരു വർഗീയ വിഷത്തിൻ്റെ പിന്തുടർച്ചയിൽ അതേ വർഗീയത കൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ നമുക്ക് രാജ്യത്തിൻ്റെ ആത്മാഭിമാനം നഷ്ടമായി. 2014 മുതൽ തുടർച്ചയായി 11 വർഷം രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി, എന്ത് കോട്ടമുണ്ടായി എന്നത് വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഓരോ ഇന്ത്യക്കാരൻ എന്നും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത്. BJP 2014 അധികാരത്തിൽ കയറാൻ ജനത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പിൽ വരുത്തി? എത്ര അസ്വസ്ഥമാണെന്ന് നമ്മുടെ ഈ രാജ്യം. രാജ്യത്തിൻ്റെ ഈ വളർച്ച ഭൂതകാലത്തിൻ്റെ പരമ്പരാഗത മുഖത്തേക്ക് മാത്രമായി അധപ്പതിപ്പിക്കുന്നത് എന്തിനാണ്? മോദി 2014 മാഡിസൺ സ്ക്വയർ ഗാർഡൻ പ്രസംഗത്തിലെ അന്തസത്തയൊക്കെ ചോർന്നു പോയി. ഇടുത്തിയായി ഒരു അർദ്ധരാത്രിയിൽ രാജ്യത്തെ ഞെട്ടിച്ച് നോട്ട് നിരോധനം മുതൽ പിന്നീട് അങ്ങോട്ട് രാജ്യം നിരന്തരം ആഘാതമേറ്റ് ചിതറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുൽവാമ ആക്രമണം മുതൽ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് രാജ്യത്തിന്റെ പൊതുസ്വത്ത് വീതം വെക്കുന്നതും രാജ്യാതിർത്തി മാന്തിയെടുക്കുന്നതിലുള്ള മൗനവും, ട്രംപിന്റെ മുന്നിലെ മുട്ടുവിറയലും, തീരുവ യുദ്ധത്തിലുള്ള മൗനവും, രൂപയുടെ ഇടിവും, CIA, പൗരത്വ ബിൽ, വഖഫ് ബിൽ, SIR, വോട്ടുകൊള്ള, രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റിയെഴുതാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾ അത്രയും, രാജ്യത്തിൻ്റെ മറ്റ് പദ്ധതികളുടെ പേര് മാറ്റലും RSS അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം തന്നെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. രാജ്യത്തെ സുപ്രധാന ഇടങ്ങളിൽ, അതായത് ചെങ്കോട്ട പോലുള്ള അതീവ സുരക്ഷാ ഏരിയയിൽ തീവ്രവാദികൾ നേരിട്ട് ആക്രമണം നടത്തിയതും സുരക്ഷാ വീഴ്ച തുടങ്ങി രാജ്യം അതീവ ഗുരുതരാവസ്ഥയിലെത്തിയിട്ടും മോദി ഇപ്പോഴും അധികാരം നിലനിർത്താൻ മാത്രമുള്ള തന്ത്രങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ്. എല്ലാവർക്കും തുല്യത എന്ന ഉദാത്തമായ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണം. ഈ തുല്യത, അതായത് ഇന്ത്യയിൽ നഷ്ടമായത് എന്ന് അദ്ദേഹം പറയുന്ന നാനാത്വത്തിൽ ഏകത്വം, അഖണ്ഡത ഒക്കെ കഴുത്ത് ഞെരിക്കപ്പെട്ടു. ഇന്ത്യ ശ്വാസം മുട്ടുകയാണെന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുകയാണ്. ഇവിടെ ബഹുസ്വരതയോടെ കഴിഞ്ഞ ഇതര ജാതിയും മതവും വർഗവും സംസ്കാരവും ഒക്കെ ഭയത്തിൻ്റെ ആശങ്കയിലാണ്. പ്രത്യേകിച്ചും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ BJPയുടെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. തുടർന്ന് എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന സംഘപരിവാർ ആക്രമണങ്ങൾ, ഈ വർഷവും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് BJPക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത്? ഹിന്ദുത്വത്തിൻ്റെ സംസ്കാരം പ്രബുദ്ധ സംസ്കാരമെന്ന് ഉദ്ഘോഷിക്കുമ്പോഴും മറ്റു മതങ്ങളോട് ഇവർക്കെത്ര അസഹിഷ്ണുത എന്തിനാണ്? ഒരു ഭാഗത്ത് BJP നേതാക്കൾ മോദിയടക്കം ക്രിസ്തീയ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും എന്നാൽ മറ്റൊരു ഭാഗത്ത് മതപരമായ ചടങ്ങുകൾക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗത്തെ SIR വഴി ആക്രമിച്ച് രാജ്യത്ത് ലക്ഷക്കണക്കിന് മുസ്ലിം വോട്ടുകൾ വെട്ടിമാറ്റുകയും പൗരത്വ ബില്ല് വഴി ഭീഷണിയിലാക്കുകയും ചെയ്യുന്ന അവസ്ഥ RSSന്റെ ബേസിക് ഐഡിയോളജിയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഇന്ത്യയെ ഏറ്റവും താഴ്ന്ന സാമ്പത്തിക ഭദ്രതയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ സമുന്നതമായ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാജ്യം വിദേശ നാണ്യത്തിന് മുന്നിൽ പരാജയപ്പെട്ട് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും യുവാക്കൾ വിദേശ രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന അവസ്ഥ, വ്യവസായിക സംരംഭങ്ങളിലെ പരാജയം, മോദി ഭക്തരായ വൻകിട സ്രാവുകൾക്ക് മാത്രമായി പൊതുഖജനാവ് തുറന്നു കൊടുക്കൽ, BJPയുടെ ഫണ്ട് വർദ്ധിപ്പിക്കാനായി മാത്രമുള്ള വിവിധ പദ്ധതികൾ, 2024-25 സാമ്പത്തിക കാലഘട്ടത്തിൽ വിവിധ ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ നിന്നും BJPക്ക് ആകെ ലഭിച്ചത് 959 കോടി രൂപയാണ്. ഇത്രയും ഭീമമായ തുകയുടെ, അതായത് 83%, അതായത് 959 കോടിയിൽ 753 കോടി 60 ലക്ഷം രൂപയും രാജ്യത്തെ വൻകിട വ്യവസായ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള
പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത്. മറ്റ് പ്രധാന ട്രസ്റ്റുകളായ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റിൽ നിന്നും 150 കോടി രൂപയും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഫണ്ടുകൾ കൈമാറ്റം ചെയ്തത് ഇത്തരം ട്രസ്റ്റുകൾ വഴി എന്നതാണ് ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് കാലത്ത് കടലാസ് പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് ഫണ്ടുകൾ സ്വരൂപിക്കുകയും ചെയ്തു. അങ്ങനെ നടത്തിയ തട്ടിപ്പുകൾ അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സർവ്വവ്യാപിയായി അധികാര വ്യാപനത്തിൽ അനീതിയുടെ കറുത്ത കരങ്ങൾ രാജ്യത്തിൻ്റെ ആത്മാവിനെ കീറിമുറിക്കുമ്പോൾ അത് രാജ്യസ്നേഹികൾക്ക് സഹിക്കാൻ കഴിയില്ല. അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കരൾ കീറി മുറിക്കുന്ന വേദനയായി പുളയും. പക്ഷേ രാഹുൽ ഗാന്ധി അതിനുള്ള ലേപനം കയ്യിലെടുത്ത് കഴിഞ്ഞു. പരിമളം തൂവുന്ന മാനവികതയുടെ സ്നേഹലേപനം, തുല്യതയുടെ, ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യ എന്ന ഒന്നാകുന്ന ബോധത്തിൻ്റെ ഏകത്വത്തിലേക്ക് ഇന്ത്യയെ ഉണർത്തുകയാണ്. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജനാധിപത്യ ധ്വംസനത്തിന് എതിരെ നിൽക്കുമ്പോൾ രാജ്യം അണിനിരക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഉദ്യമത്തിന് ജയ് വിളിച്ചുകൊണ്ട് ഇത്തരം ഉദ്യമങ്ങൾ രാജ്യത്ത് രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ അത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമം മാത്രമായിട്ടല്ല, ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോയ ഈ ബഹുസ്വരതയും ജനാധിപത്യ ബോധവും സ്വാതന്ത്ര്യവും അടക്കം അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇത് രാജ്യത്തിൻ്റെ ഒരു പുതിയ നീക്കമായിട്ട് ഇതിനെ കാണുകയും രാജ്യം ഒന്നാകെ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്ന സമുന്നതമായ ഒരു കാഴ്ചപ്പാട് കൂടിയുള്ള ഇടപെടലാണ് ഇവിടെ സംജാതമാകുന്നത്. തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം, രാഹുൽ ഗാന്ധിയിലൂടെ രാജ്യമുണരും, ജനാധിപത്യം ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടും, രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്ത് ഉണർന്ന് വരും. അത് രാജ്യത്തിൻ്റെ ആത്മാഭിമാനം കാത്തുരക്ഷിക്കുന്നതിനുള്ള ഒരു തീവ്ര ശ്രമമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.